തുമ്പയും തുളസിയും മൂക്കുത്തിയും മനസ്സിൽ ആഹ്ലാദത്തിന്റെ ഒരു പൂക്കളം തീർക്കട്ടെ. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു അവിൽ പായസമാണ് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പായസമാണിത്. ഏകദേശം ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഇത് നമുക്ക് റെഡിയാക്കാൻ പറ്റും. ഇതിനു വേണ്ടി ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വെച്ചതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ചവ്വരി അതൊന്ന് വറുത്തെടുക്കണം. നല്ലപോലെ കുറച്ച് വെച്ച് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇനി നമുക്ക് ഇത് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കാം. വേവിക്കാൻ വേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് ഈ ചവ്വരി ഇട്ട് കൊടുക്കാം. എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം. തീ ഒന്ന് ചെറുതായിട്ട് കൂട്ടി വെച്ച് നമുക്കൊന്ന് ഇളക്കാം. നമ്മുടെ ചവ്വരി ഇവിടെ വെന്തിട്ടുണ്ട്. ഏകദേശം ഒരു 5 മിനിറ്റോളം ചവ്വരി വേവാനെടുത്ത്. അതുപോലെ നമ്മൾ ചവ്വരി ഇടുമ്പോഴത്തേക്കും 1 ടേബിൾ സ്പൂൺ ഇടുവാണെങ്കിൽ അതിൽ 1 കപ്പ് വെള്ളം ഒഴിക്കണം. ഇതിപ്പോൾ നല്ല തിക്കായിട്ടുള്ള ഒരു കുഴമ്പ് പോലത്തെ ഒരു ഇതായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ പായസത്തിലൊക്കെ ചേർക്കുമ്പോൾ നല്ല കുറുകി വരും. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാനുള്ള അവലൊന്ന് നെയ്ക്കകത്ത് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് അവല ഇവിടെ എടുത്തിരിക്കുന്നത്. ബ്രൗൺ കളറിലെ അവല എടുത്തിരിക്കുന്നത്. അത് 1 കപ്പ് എന്ന് പറയുമ്പോഴത്തേനും 200 ഗ്രാം അവല്. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. ഈ നെയ്യ് ഒന്ന് നല്ലപോലെ ഉരുകി വരുമ്പോഴത്തേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന അവൽ അതിലേക്ക് ഇട്ടൊന്ന് വറുത്തെടുക്കാം. ഈ എപ്പോഴും മീഡിയം കുറച്ച് വെച്ചാൽ മതി, മീഡിയം തീ വെച്ചാൽ മതി. ഇല്ലെങ്കിൽ ചിലപ്പോൾ അവല് കരിഞ്ഞു പോകും. ഈ അവല് നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ അവലിന്റെ പാകം എന്ന് പറയുന്നത് നമ്മൾ ഇത് കുറച്ചു നേരം വറുത്ത് കഴിയുമ്പോഴത്തേക്ക് അവൽ എടുത്തൊന്ന് നോക്കുമ്പോൾ ഇങ്ങനെ പൊട്ടി വരും. നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ പൊട്ടിച്ചെടുക്കാൻ പാകം, അതാണ് അതിന്റെ പാകം എന്ന് പറയുന്നത്. ആ പാകം വരെ നമുക്കൊന്ന് ചെറിയ തീയിലിട്ടൊന്ന് വറുത്ത് കൊടുക്കാം. ഇവിടെ നല്ലവണ്ണം പൊട്ടുന്നുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം ഒന്ന് ചതച്ചെടുക്കാം. ഇവിടെ അവൽ ഇവിടെ തണുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് പാത്രത്തിലോട്ടിട്ടൊന്ന് ചതച്ചെടുക്കാം. സ്പൂണും കൊണ്ടൊന്ന് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ച് കൊടുക്കാം. ഇതിലേക്ക് ഞാനിവിടെ 1.5 കപ്പ് പാല് 300 ml പാലെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒഴിച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ പാൽ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇവിടെ ചതച്ച് വെച്ചിട്ടുണ്ട്. ഗ്യാസ് കത്തിച്ച് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ചതച്ച് വെച്ച അവലും ഈ തിളപ്പിച്ച പാലും കൂടെ ഒഴിച്ചൊന്ന് നല്ലപോലെ വേവിച്ചെടുക്കാം. ചെറിയ തീയിൽ വേവിച്ചെടുത്താൽ മതി. ഓൾറെഡി പാല് തിളച്ചിരിക്കുന്നത്, അവലും നല്ല മൂത്ത് നല്ല പൊടിച്ചും വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തീ കുറച്ച് വെച്ചൊന്ന് ഇളക്കിയെടുത്താൽ മതി. ഇതിവിടെ ഇരുന്ന് നല്ലപോലെ ഒന്ന് വേവുമ്പോഴത്തേക്കും നമുക്ക് ഇതിന് ആവശ്യമുള്ള നെയ്യും അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്ക്കകത്തൊന്ന് വറുത്തിടാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിനു വേണ്ടി നമുക്ക് പാൻ വെച്ച് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യിട്ട് ഒന്ന് മെൽറ്റ് ആയതിനു ശേഷം അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് പൊടിച്ചെടുക്കും. അണ്ടിപ്പരിപ്പ് ഒന്ന് ഇട്ട് കൊടുക്കണം. നമുക്ക് ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മുന്തിരി കൂടെ ഇട്ട് കൊടുക്കാം. നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇവിടെ നെയ്ക്കകത്ത് വറുത്ത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഞാൻ അപ്പുറം അടുപ്പിൽ അവലും പാലും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ അവല് പാലുമായിട്ട് മിക്സ് ആയിട്ട് നല്ലപോലെ വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് മധുരം നോക്കിയിട്ട് പിന്നെ ഇട്ട് കൊടുത്താൽ മതി. ഇത് ഞാനൊരു 10 മിനിറ്റ് വേവിച്ചായിരുന്നു. ഇവിടെ പാല് ഒഴിച്ചിട്ട് ഒരു പാല് തിളച്ചതായതുകൊണ്ട് പിന്നെ എളുപ്പം തിളച്ച് വന്ന് ഞാനൊരു 10 മിനിറ്റ് ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. നുള്ളി ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഒരു പിഞ്ച് കളറ്, ഈ വൈറ്റ് കളർ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ഫുഡ് കളർ ഒരു പിഞ്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന
ചവ്വരി വേവിച്ചത് അതൊന്ന് ഇട്ട് കൊടുക്കാം. പായസം ഇവിടെ തിളച്ച് കുറുകി നല്ലപോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഈ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാൻ 2 ടീസ്പൂൺ മുന്തിരിയും 1 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പ് വറുത്തെടുത്തിരിക്കുന്നത്. ഒരു ടീസ്പൂൺ നെയ്ക്കകത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സ്വാദിഷ്ടമായ നമ്മുടെ അവൽ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എന്തെങ്കിലും കമന്റ് ഉണ്ടെങ്കിൽ താഴെ ബോക്സിൽ ഇടണം. സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. താങ്ക് യു.